തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന ശബരിമല സന്ദേശ് മാസികയുടെ പ്രകാശനവും അതോടൊപ്പം തന്നെ ശബരിമലയുടെ ഔട്ട്റീച്ച് പ്രോഗ്രാം ഞങ്ങളെല്ലാ ജനവാദത്തോടുകൂടെ നിർവഹിച്ചതായി സസന്തോഷം അറിയിക്കുക. തീർച്ചയായും ഈ ശബരിമല സന്ദേശം എന്ന ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. നമുക്കറിയാം, ശബരിമലയെ സംബന്ധിച്ച എല്ലാ ഐതിഹ്യങ്ങളടങ്ങിയ പുസ്തകങ്ങളും ശബരിമല അയ്യപ്പൻ്റെ സ്തുതിഗീതങ്ങളെല്ലാം മലയാളത്തിലാണ് മഹാഭൂരിപക്ഷവും പ്രസിദ്ധീകരിച്ചത്. എന്നാൽ നമുക്കറിയാവുന്നൊരു സത്യമുണ്ട്, ശബരിമല ആ വ്രതാനുഷ്ഠാന കാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്നത് കേരളത്തിന് പുറത്തു നിന്ന്. പക്ഷേ കേരളത്തിൻ്റെ അകത്തുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ കേരളത്തിന് പുറത്തു നിന്ന് വരുന്നുണ്ട്. അത് മാത്രമല്ല, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ അത് പാലിക്കുന്ന കാര്യത്തിൽ അവർ ശ്രദ്ധിക്കാറ്. ഇപ്പോൾ ഞാൻ പാർലമെൻറ്റ് അംഗമായിരുന്ന സമയത്തൊക്കെ മിക്കവാറും നമുക്കറിയാം, ഈ സഭയുടെ വിൻ്റർ സമ്മേളനം നടക്കുന്നത് നമ്മുടെ നോമ്പ് കാലത്താണ്. അപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ജനപ്രതിനിധികൾ, ഇപ്പോൾ ഈ ഡിസംബർ മാസം എന്നൊക്കെ പറഞ്ഞാൽ ഡൽഹിയിൽ നല്ല മരം കുറിച്ചുള്ള തണുപ്പാണ്. ഈ തണുപ്പ് കാലത്ത് അവർ ധരിക്കുന്ന സൂട്ട് ഉൾപ്പെടെ കറുപ്പ് നടത്തില്ല. കറുത്ത സൂട്ട് അവർ ധരിക്കാറുണ്ട്. മാത്രമല്ല, ഒരു ഷൂവോ ചെരുപ്പോ പോലും അവർ ഉപയോഗിക്കാം. സത്യത്തിൽ ഞാനും നോമ്പ് കാലത്ത് വ്രതാനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ആളാണെങ്കിലും നമ്മൾ ഈ മാലയിടുന്നത് പോകുന്നതിൻ്റെ തന്നെ മാലയിടും, മറ്റൊന്നും കൊണ്ടല്ല. കാരണം ഞങ്ങൾ ജനപ്രതിനിധികൾ അവർ ചില മരിച്ച വീടുകളൊക്കെ പൊട്ടി മാലയിട്ടാൽ മരിച്ച വീട്ടിൽ പോകാൻ പാടില്ല എന്നാണ്. അപ്പം അതുകൊണ്ട് നമുക്കൊക്കെ അവരോട്, ഞാനും സ്ഥിരമായിട്ട് മലയ്ക്ക് പോകുന്ന ആളാണ് എന്ന് പറയാൻ ഞാൻ പോലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേറെ ഒരു ആചാരത്തിൻ്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റാണ് കേരളത്തിന് പുറത്തുള്ളത്. പക്ഷെ എങ്കിൽ പോലും ശബരിമലയിൽ ആദ്യമായി എത്തുന്ന ഒരു വിശ്വാസി, കേരളത്തിന് പുറത്തുള്ള ഒരു വിശ്വാസിക്ക് എന്താണ് ശബരിമലയുടെ പ്രത്യേകത, എന്താണ് ശബരിമലയുടെ ആചാരം? അപ്പം നമ്മുടെ ഇതിൽ തന്നെ ഹിന്ദു മതത്തിൽ തന്നെയുണ്ട് പല ക്ഷേത്രങ്ങളിലും പല ആചാരങ്ങൾ. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ നമ്മൾ ഭക്തജനങ്ങൾ പുരുഷന്മാർ ഷർട്ട് ധരിച്ച് പോകാൻ പാടില്ല, ഷർട്ട് ബനിയൻ ഉപയോഗിക്കാൻ പാടില്ല, ഷോള് വച്ചിട്ട് വേണം പോകാൻ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ ഷോള് പുതയ്ക്കാൻ പാടില്ല, അരയിൽ തട്ടണം. ശബരിമലയിലാണെങ്കിൽ ഷർട്ടും ഒക്കെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ ആചാരം. അത് സത്യം പറഞ്ഞാൽ ആ പ്രതിഷ്ഠയനുഷ്ഠാനം അടിസ്ഥാനമാക്കിയാണ് നിയമങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം ശബരിമലയിൽ നൈഷ്ഠിക ബ്രഹ്മചര്യമുള്ള പ്രതിഷ്ഠയായതുകൊണ്ടാണ് ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കാറ്. ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ പലരും പറയുമ്പോൾ സ്ത്രീ പ്രവേശനം എന്ന് പറയുന്നത് ശരിയല്ല. സ്ത്രീ പ്രവേശനമുണ്ട്. ഇപ്പോൾ 10 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ അവർക്ക് പോകാം സുഖമായിട്ട്. 50 കഴിഞ്ഞ സ്ത്രീകൾക്കും പോവാം. ഇപ്പോൾ സ്ത്രീ പ്രവേശനമല്ല നിരോധിച്ചിട്ടുള്ളത്, യുവതീ പ്രവേശനം. അതായത് 10നും 50നും ഇടയ്ക്കുള്ള യൗവന പ്രായത്തിൽ സാധാരണ ഒരു വിശ്വാസം അനുസരിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയെ സന്ദർശിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു ചില നിയമങ്ങൾ. അപ്പം അങ്ങനെയുള്ള നിയമങ്ങൾ പാലിക്കുമ്പോൾ അതെന്തൊക്കെയാണ് വരുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കും. ഇപ്പോൾ ശബരിമലയെക്കുറിച്ച് കേട്ട് ചില ആൾക്കാർ വരുന്നു, കേരളത്തിന് പുറത്ത് വരിക. അങ്ങനെ വരുന്നത് ചിലപ്പോൾ ഭാര്യയും കുടുംബത്തിനെയൊക്കെ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അവർക്ക് വന്ന് അപ്പോൾ ഗൃഹനാഥൻ മാത്രം ചിലപ്പോൾ സന്നിധാനത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഒന്നും വരാം. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഇംഗ്ലീഷിലും, ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ദേശം പോയ വസന്ത് പറഞ്ഞത് മറ്റ് പ്രാദേശിക ഭാഷകൾ തെലുങ്ക്, കന്നഡ, തമിഴ്. പക്ഷേ ഞാൻ പറയാം, ഡൽഹിയിൽ നിന്ന് പോലും ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദി ഒരു പ്രധാന ഘടകം തന്നെ, ഇംഗ്ലീഷ് മൊത്തം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഭക്തജനങ്ങളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റ് ഭാഷകളിൽ ഇത് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്.
ആ തീരുമാനത്തിനെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ വർഷത്തെ ഈ ശബരിമല ദർശനം വളരെ നല്ല രീതിയിൽ നടത്താനുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് തന്നെ 2 യോഗം വിളിച്ചു കഴിഞ്ഞു. ജനപ്രതിനിധികളെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ യോഗം വിളിച്ച് ഇത്തവണത്തെ നമ്മുടെ ഇത്തവണത്തെ നമുക്ക് 3 മാസമേ ഉള്ളൂ. അതിലിപ്പോൾ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ചാലക്കയം മുതൽ പമ്പ വരെയുള്ള റോഡ് ഇപ്പോൾ തകർന്നു കിടക്കും. അത് ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ദേവസ്വം ബോർഡും ഗവൺമെൻറ്റുമായിട്ട് ധാരണ ഉണ്ടാക്കിയത്. അതിൻ്റെ ഉടമസ്ഥാവകാശം ദേവസ്വം ബോർഡിനാണ്. പക്ഷേ റോഡ് വൃത്തിയാക്കി നല്ല ടാറിടുന്ന ചുമതല പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തില്ല. അപ്പോൾ അതോടുകൂടെ റോഡിൻ്റെ മാത്രമല്ല, ഈ ഓണം കഴിഞ്ഞാൽ ഉടനെ സൗകര്യപ്രദമായ ഒരു തീയതിയിൽ മുഖ്യമന്ത്രി തന്നെ പമ്പയിൽ വന്ന് ഒരു യോഗം വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സാധാരണ ശബരിമലയുടെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ യോഗം വിളിക്കുമ്പോൾ, മുഖ്യമന്ത്രിയൊക്കെ യോഗം വിളിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ, അതായത് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെ കൂടെ ക്ഷണിക്കാറുണ്ട്. അതിന് അവരോട് നിങ്ങൾ എത്ര പേര് വരുന്നുണ്ട്, നിങ്ങളുടെ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അവരെ ബോധ്യപ്പെടുത്താറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള യോഗം ഓണം കഴിഞ്ഞോടെ നേരത്തെ നമ്മൾ തയ്യാറെടുപ്പ് നടത്തും. പിന്നെ ടെൻഡറിൻ്റെ കാര്യത്തിൽ അല്പം താമസം ഉണ്ടായെങ്കിലും കഴിഞ്ഞ യോഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് അത് താമസം വന്നെങ്കിൽ ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ അടുത്ത് കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊക്കെ വിവാദങ്ങളില്ലാതെ ടെൻഡർ കാര്യക്ഷമമാക്കാനാണ് അല്പം വൈകിയതെങ്കിലും അത് 3 മാസം കൊണ്ട് തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാം എന്നദ്ദേഹം പറയുന്നു. ഏതായാലും കഴിഞ്ഞ ദേവസ്വം ബോർഡ് എടുത്തൊരു തീരുമാനത്തിന് ഞാൻ സ്വാഗതം ചെയ്യാണ്. ഞാനൊരു 10 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അയച്ചു. മറ്റൊന്നും വന്നില്ല. ഈ ഉപയോഗിക്കുന്ന നെയ്യിനെ കുറിച്ചൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ വന്നപ്പോൾ അതൊന്ന് പരിശോധിക്കുക. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മളാകുമ്പോൾ മിൽമ നെയ്യിന് മിൽമ നെയ്യെന്നൊക്കെ പറഞ്ഞാൽ സർക്കാരിൻ്റെയും കൂടെ ഭാഗമാണ് മിൽമ എന്ന് പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ പൊതുമരാമത്തിന് ഒരു ജോലി നമ്മൾ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ കുറേ കൂടെ സുരക്ഷിതമായിട്ട് തോന്നുന്ന പോലെ മിൽമ ഗവൺമെൻറ്റിന് കൂടെ പ്രാന്ത്യം ഉള്ളതുകൊണ്ട് അതിൽ കലർപ്പില്ല എന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷേ അതിലും ചില സന്ദർഭങ്ങളിൽ കലർപ്പ് വന്നു എന്നുള്ള പരാതി വന്നപ്പോഴാണ് ഹൈക്കോടതി തന്നെ ഇപ്പോൾ വിജിലൻസിനെ ഏൽപ്പിച്ചത്. അപ്പോൾ അത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കുക. അത് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് നമുക്ക് പറയാം. പക്ഷേ ഇനി അത് ആവർത്തിക്കരുത്. അത് ആവർത്തിക്കാതിരിക്കാനാണ് ഇത് സംബന്ധിച്ച പരിശോധന ലാബ് തന്നെ സ്ഥാപിക്കാം എന്ന് ദേവസ്വം ബോർഡ് സമ്മതിച്ചു. ഞാൻ പറഞ്ഞു ദേവസ്വം ബോർഡ് സ്ഥാപിക്കില്ലെങ്കിൽ ഞങ്ങൾ സ്ഥാപിക്കാം. എന്തായാലും പരിശോധന അത്യാവശ്യമാണ്. കാരണം നമ്മളൊക്കെ ഒരു വിശ്വാസികൾ കൊണ്ടുവരുന്ന നെയ്യ് ചിലപ്പോൾ വാങ്ങിയതായിരിക്കും. അവരെയും കുറ്റം പറയാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നെയ്യ് വാങ്ങി ശബരിമലയ്ക്ക് പോകാൻ, ആ വാങ്ങിയതിൽ കലർപ്പുണ്ടോ ഇല്ലയെന്ന് വാങ്ങുന്ന ഭക്തർക്ക് അറിയാൻ പറ്റില്ല. അത് പരിശോധിച്ചില്ലെങ്കിൽ ഈ കലർപ്പ് ചേർന്ന നെയ്യൊക്കെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നത് ഒന്ന് ദോഷമുള്ള മാത്രമല്ല, വിഗ്രഹത്തിനും ദോഷം. വിഗ്രഹത്തിൻ്റെ ചൈതന്യത്തിനും അത് ദോഷമായിട്ട് ഭവിക്കും. അതിൻ്റെ വിഗ്രഹത്തിൻ്റെ ഇതിനും അതൊക്കെ ഈ കലർപ്പ് വന്നു കഴിഞ്ഞാൽ വിഗ്രഹം കറക്കുന്ന സ്ഥിതിവിശേഷത്തിലാണ്. ഈ കാര്യത്തിലൊക്കെ വളരെ വിജിലൻ്റായ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ കൂടെ ചുമതലയുള്ളതുകൊണ്ട് ഡോക്ടർമാരെ, ആവശ്യത്തിലുള്ള ഡോക്ടർമാരെ സന്നിധാനത്തിലേക്ക് നിയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ശബരിമലയിലെ ആശുപത്രിയുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഉള്ള സംവിധാനങ്ങളും ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ശബരിമലയിലേക്ക് പോകുന്ന ഏറ്റവും കൂടുതൽ ഭക്തന്മാർ ചികിത്സിക്കുന്ന ആശുപത്രി എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ രാജു, അദ്ദേഹം 15 വർഷം പുനലൂർ MLA ആയിരുന്നു. അപ്പോൾ അവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഞാൻ തന്നെ പുനലൂർ പോയി അവിടെ ചെന്ന് അവിടെ MRI സ്കാനിങ് ഉൾപ്പെടെയുള്ള സംവിധാനം. അപ്പോൾ അവർ ഈ പുനലൂർ യോഗത്തിൽ, അവലോകന യോഗത്തിൽ അവിടുത്തെ ഇപ്പോഴത്തെ MLA ഉൾപ്പെടെ പറഞ്ഞത് മിക്കവാറും ഈ ശബരിമലയിലെ ദർശനം കഴിഞ്ഞ് വരുന്നവർക്കും എല്ലാം നെഞ്ഞി വേദന ഉണ്ടായാൽ പുനലൂർ ആശുപത്രിയിൽ സൗകര്യമില്ല. ഒന്നുകിൽ അവരെ നേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ കോട്ടയത്തേക്ക് കൊണ്ടുപോകും. അത് രണ്ടുമാണെങ്കിലും പകുതിക്ക് വെച്ച് മരണം ഉറപ്പാണ് എന്നുള്ള സ്ഥിതിവിശേഷം. അതുകൊണ്ടാണ് പുനലൂർ ആശുപത്രിയിൽ ഒന്നാമത് ആദിവാസികൾ ഏറ്റവും കൂടുതലുള്ള ഒരു താലൂക്കാണ് പുനലൂർ. എന്ന് പറഞ്ഞാൽ ശബരിമല വിശ്വാസികൾക്കും ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവും. അതിനെ ഒരു ജില്ലാ ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ആദ്യം കൊണ്ടുവരിക, അതിനുശേഷം ജില്ലാ ആശുപത്രിയിൽ പ്രഖ്യാപിക്കാമെന്ന് വാക്ക് കൊടുത്തത്, ജനറൽ ആശുപത്രിയിൽ പ്രഖ്യാപിക്കാമെന്ന് വാക്ക് കൊടുത്തത്.
അപ്പോൾ അതിലേക്കുള്ള ജനറൽ ആശുപത്രി ആക്കാനുള്ള സംവിധാനം ഇപ്പോൾ 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി കാഷ്വാലിറ്റി അവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അത് ഈ 100 ദിവസത്തെ കർമ്മ പരിപാടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുക. ഞാൻ നോക്കുമ്പോൾ അവിടെ പുതിയ കെട്ടിടം, എനിക്ക് തോന്നുന്നത് അദ്ദേഹം കൂടെ MLA ചെയ്യുന്ന കാലത്ത് മുൻകൈ എടുത്ത് നിർമ്മിച്ചാണ്. അവിടെ ചെന്ന് ഞാൻ നോക്കിയപ്പോൾ MRI സ്കാനിങ് വിഷയം പോലും വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. സാധാരണ കെട്ടുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ. ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഇതുവരെ കണ്ട, സത്യം പറഞ്ഞാൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം പോലും ഇതിൻ്റെ അത്രയില്ല. അപ്പോൾ അവിടെയൊക്കെ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ശബരിമല ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവുക. ഏതായാലും ഇത്തവണ നല്ല രീതിയിൽ, ഒരു പരാതി ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഈ ശബരിമല വ്രതാനുഷ്ഠാനങ്ങളുടെ കാലം നമുക്ക് പൂർത്തിയാക്കണം. അതൊരു വിശ്വാസിയുടെ കടമയായിട്ടാണ് ഞങ്ങളൊക്കെ ഏറ്റെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ബോർഡുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങും. എല്ലാ സംവിധാനങ്ങളും ഗവൺമെൻറ് ബോർഡിന് ഒരുക്കി കൊടുക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത്. മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും ഈ ഒരു പുസ്തക പ്രസിദ്ധീകരണം വളരെ നല്ല കാര്യമാണ്. കേരളത്തിന് പുറത്തുള്ള ഭക്തജനങ്ങൾക്ക് ശബരിമലയെക്കുറിച്ച് അറിയാനുള്ള ഒരു ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. ഇതിനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ കൂടെ നേർന്നുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം.